അതൊക്കെ ഒരു വീഡിയോയിൽ തള്ളിയതല്ലേ സാറേ. ഇത് വേറെ ഫ്രഷ്. ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലാത്തായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി. ഫേക്ക് ഇറ്റ് തലേ ദിവസം മറ്റേ ഈ ബയോളജി ഞാൻ ഞെട്ടിയില്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. അത് ഒരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു സാധനം എനിക്ക് അടുത്ത് കിട്ടി. എല്ലാം കണക്കാ. അതിൽ കയറി കഴിയുമ്പോൾ ഉള്ളൊരു ആത്മസംതൃപ്തിയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് അറിയേണ്ട കാര്യമല്ല. ഇവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമൃത് കിട്ടിയ പോലെയാണ് ആൾക്കാർ. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ അത് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇതെങ്ങും എത്തത്തില്ലാത്ത പോലെയാണ് നമ്മൾ എഴുതി വരുമ്പം. അതൊക്കെ അത് തന്നെയാണ് ശരി. നമുക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷമൊക്കെ നമ്മളെ എങ്ങനെ സ്നേഹിക്കും? ഇത് ഈ ഒരു പരീക്ഷയിൽ നിർത്തേണ്ട 180 OMR ബബിൾ കറുപ്പിച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അതിനകത്ത് ജോബിൻ സാർ ഇതൊന്നും അറിഞ്ഞിട്ടല്ല. സാറ് കാര്യമായിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എന്നാ എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ അവര് തയ്യാറായിരുന്നു. അന്ന് ഇത് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛന് സ്ഥിരം ജോലി പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അവരത് പറഞ്ഞു. അവരുടെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. കോളേജ് ലൈഫ് ശരിക്കും അടിപൊളിയാണ്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പഠിക്കാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട്. ഹലോ എവ്രിവൺ. 2025 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കി ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും പാസ് ഔട്ട് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിവിജയകരമായി ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കിയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. യെസ്, ഭാഗ്യലക്ഷ്മി. ഹായ് മാം. യെസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഭാഗ്യലക്ഷ്മിയെ പരിചയപ്പെടാം. ഇപ്പൊ കാണുന്നവർക്ക് ഒട്ടേറെ പേർക്ക് നമ്മുടെ ബ്രില്യൻ ചാനലിലൂടെ തന്നെ പരിചിതമാണ് ആളെ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഭാഗ്യലക്ഷ്മി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹായ് എവ്രിവൺ, എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻറ്റിൽ A ബ്ലോക്കിൽ Q50 ബാച്ചിലാണ് പഠിച്ചത്. റിപ്പീറ്റർ ആയിരുന്നു. എൻ്റെ സ്കോർ 575 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 4301 ആയിരുന്നു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഒരു ഡ്രീം ആയിരുന്ന ഒരു സംഭവം അല്ലേ, നീറ്റ് ക്രാക്ക് ചെയ്ത് ഒരു മെഡിക്കൽ കോളേജിൽ കയറാന്ന് പറയുന്നൊരു വൺസ് ഇറ്റ് വാസ് എ ഡ്രീം. ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ആ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ളൊരു മൊമെന്റിൽ റിയലൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക, എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എപ്പോഴൊക്കെയോ അത് കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരുന്നൊരു സാധനം തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ കിട്ടുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് കോട്ട് സെറമണി ആ ദിവസവും ഫസ്റ്റ് കെഡാവർ ഡിസെക്ഷൻ തുടങ്ങിയ ദിവസവും കെഡാവർ സെറമണി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിരുന്നു. ആദ്യമായിട്ട് നമ്മൾ കെഡാവറിൽ സ്കാൽപ്പിൽ വെക്കുന്ന ദിവസം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇതിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഈ MBBS എന്ന് പറയുന്ന ഒരു സ്വപ്നം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയറിൽ വന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലം മുന്നോട്ട് ഒന്നും പുറകിലേക്ക് നോക്കിയാൽ എപ്പോൾ തൊട്ടായിരിക്കും MBBS എന്നുള്ള ഒരു ആഗ്രഹം വന്നത്? ഞാൻ ഓൾറെഡി വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു 2-3 വയസ്സൊക്കെ ഉള്ളപ്പം മുതൽ ഒരു ഓർമ്മയായ കാലം മുതൽ പറയുന്നൊരു സംഭവമായിരുന്നു. വീട്ടിലേക്ക് പല ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായത് കൊണ്ട് മാത്രം എൻ്റെ അമ്മയും മറ്റുമൊക്കെ രക്ഷപ്പെട്ട കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ആണ് കുഞ്ഞിലെ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഫീൽഡാണിത്. ഡോക്ടർ ആവാന്നുള്ളത് ഡീപ്പ് ഇൻസൈഡ് ഒരു ഉണ്ടായിരുന്നൊരു സംഭവം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് റിപ്പീറ്റർ കാലഘട്ടം നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിച്ച് ആ ഒരു ജേർണിയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സംഭവം ആദ്യം തന്നെ ചോദിച്ചാൽ? പഠിക്കുന്നില്ല ഇപ്പോൾ. ബ്രില്യൻറ്റ് പഠിച്ചത്ര ഒന്നും പഠിക്കുന്നില്ല. എൻ്റെ ഒന്നും പകുതി പോലും 4-1 പോലും പഠിക്കുന്നില്ല. അവൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചോണ്ടിരുന്ന ആളല്ലേ? അതെ. ഇപ്പൊ പഠിക്കുന്നതൊക്കെ വളരെ കുറവാണ്. പക്ഷെ കോളേജ് ലൈഫ് കുറച്ചുകൂടി അങ്ങനെ പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പൊ പഠിക്കുന്നവരാണെങ്കിലും എനിക്ക് പറയാനുള്ളത് കോളേജ് ലൈഫ് ശരിക്കും അടിപൊളിയാണ്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പഠിക്കാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട്. അതായത് നീറ്റിന്റെ ആ കാലത്തെ ആ ഒരു കഷ്ടപ്പാടല്ല, അത് കഴിഞ്ഞ ഒരു വലിയൊരു സത്യം വളരെ വലിയൊരു സന്തോഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള നമുക്ക് കിട്ടുന്ന ഒരു MBBS എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രൊഫഷൻ ആണല്ലോ. അപ്പം അതിൽ കയറി കഴിയുമ്പോൾ ഉള്ളൊരു ആത്മസംതൃപ്തിയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് അറിയേണ്ട കാര്യമല്ല. അത്ര ആഗ്രഹിച്ച് എത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യെസ്. അപ്പൊ മോളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ചോദിക്കാം. അതായത്
നീറ്റ് വേഴ്സസ് MBBS എന്ന് നോക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഭാഗ്യലക്ഷ്മിക്ക് തോന്നിയത്? നീറ്റിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതി പഠിക്കുന്ന പോലെ അല്ലല്ലോ. എല്ലാം ഈ പോയിന്റ് എല്ലാം ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ NCERT-യിലുള്ളതെല്ലാം വായിക്കണം. അതുപോലെ തന്നെ എല്ലാം എങ്ങനെ വേണമെങ്കിലും കറക്റ്റ് തിരിച്ച് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാം MCQ ലെവലാണ്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി പോലത്തെ സബ്ജക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഇപ്പോൾ ഈ വർഷത്തെ പരീക്ഷ വെച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും ചോദിക്കാവുന്ന രീതിയിലുള്ളൊരു ഇതാണ്. പക്ഷെ MBBS എന്ന് പറയുമ്പം അങ്ങനെയല്ല, ഒരിക്കലും ഈസിയാന്നല്ല, ആ പഠിച്ച പോലെ അല്ല, ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ തിയറിറ്റിക്കലായിട്ടുള്ള നോളജാണ് വേണ്ടത്. ഒരു വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് MCQs വരുന്നുള്ളൂ എക്സാംസിന്, യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ആണെങ്കിലും. ബാക്കി ഫുള്ള് നമ്മൾ എല്ലാം മാക്സിമം ചുരുക്കി നമ്മൾ ബ്രില്യൻറ്റിലൊക്കെ വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന സാധനം നമ്മൾ മാക്സിമം വൈഡായിട്ട് വലിച്ചു നീട്ടി എഴുതാനാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട് അല്ലേ? യെസ്. അപ്പൊ മോള് കടാവർ സെക്ഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയാ എന്തായിരുന്നു അനുഭവം ആ ഒരു ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന കടാവർ സെക്ഷൻ? പിന്നെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്? പിന്നെ നമുക്ക് ഫിസിയോളജിയിൽ നമുക്ക് സ്വന്തം ബ്ലഡ് കൈ കുത്തിയെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പണ്ട് സൂചിയൊക്കെ പേടിയുണ്ടായിരുന്ന ആളാ. ഇപ്പോഴും ബ്ലഡ് ഞാൻ തന്നെ കുത്തുമ്പോഴൊന്നും ചിലപ്പോൾ വരാറില്ല, സാർമാരെ കൊണ്ട് കുത്തിയൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത്. അതെ, പണ്ട് നല്ല പേടിയായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. പണ്ട് ഈ ബോഡി ഒന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാലൊന്നും ഞാൻ ബോഡിയൊന്നും കാണാൻ പോകത്തില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. അതിന്റെ എല്ലാം അതെല്ലാം സത്യമാണ്. സോ ഭാഗ്യലക്ഷ്മി എത്രയായിരുന്നു സ്കോർ എന്ന് പറഞ്ഞത്? 575. അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? യെസ്. അപ്പം പിന്നെ എന്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കോട്ടയം എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് വീടിനടുത്താണ്, അതാണ് ഒന്നാമത്തെ കാര്യം. ഡേ സ്കോളറായിട്ടാണ്. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുറച്ച് യാത്ര ഉണ്ട്. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരുന്നതിൻ്റെ ആ ഒരു വീടിൻ്റെ കംഫർട്ട്, ഒരു വർഷം ബ്രില്യൻറ്റിൽ മാറി നിന്നതല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് നാളും കൂടി ഒന്ന് വീട്ടിലേക്ക് പോയി വന്ന് നിന്നിട്ട് ഹോസ്റ്റലിലേക്ക് മാറാന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു 4-5 ജില്ലക്കാരുടെ ഒരു അവസാന വാക്കാണ്. അത് ഞാൻ മനസ്സിലാക്കിയ തിരുവനന്തപുരത്തിനെ ഞാൻ ഒരിക്കലും താത്തി പറയല്ല. ഞാൻ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 3-4 ജില്ലക്കാരുടെ മുഴുവൻ അവസാനത്തെ വാക്ക് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമൃത് കിട്ടിയ പോലെയാണ് ആൾക്കാർ. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥലം ഒരു പുണ്യമായ സ്ഥലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഇവിടെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരുവനന്തപുരം ഓപ്ഷനിൽ പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ആൻഡ് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി നോക്കുമ്പോൾ എന്താണ് മോള് ഇവിടെ വന്ന് കയറണം എന്നുള്ള ആഗ്രഹത്തോടെ വന്ന് കയറി കഴിഞ്ഞിട്ടുള്ള മോളുടെ ഒരു എക്സ്പീരിയൻസ് അബൌട്ട് കോട്ടയം മെഡിക്കൽ കോളേജ്? പ്രൊഫസേഴ്സൊക്കെ നല്ല ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ഇപ്പം HODസിൻ്റെ അടുത്ത് വരെ നമുക്ക് നല്ല കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ അനാട്ടമി HOD മാഡത്തിൻ്റെ ഒക്കെ അടുത്ത് നമുക്കിപ്പം ഒരു മെൻറ്റർ മെൻറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നു, അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ മുൻ വർഷങ്ങളിൽ പൊതുവായിട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും കേൾക്കുന്നത് കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് മെൻറ്റർ മെൻറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും കൂടി ഉണ്ട്. എൻ്റെ മെൻറ്റർ അനാട്ടമിയുടെ HOD മാഡമാണ്. അപ്പം മാഡമൊക്കെ പ്രൊഫഷണൽ അറ്റ് ദ സെയിം ടൈം എത്ര കംഫർട്ടബിൾ ആണെന്നറിയാമോ സംസാരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം വേറെ എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് റിഗ്രറ്റ് വന്നിട്ടില്ല ഇവിടെ ചൂസ് ചെയ്തില്ല. ഇല്ല. അപ്പോ മോളുടെ ഒരു സ്കൂളിംഗ് കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെ സ്റ്റുഡിയസ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു അവിടുത്തെ മാർക്കും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലും +2-ലൊക്കെ അത്യാവശ്യം ടോപ്പേഴ്സ് ലിസ്റ്റ് തന്നെയൊക്കെ ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ അതുപോലെ തന്നെ പോയി നീറ്റിലും ടോപ്പറായി അതിനുശേഷം ഇവിടെ വന്നിരിക്കുക അല്ലേ? ടോപ്പർ ഒന്നും അല്ല, എന്നിരുന്നാലും അത്യാവശ്യം ബെസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല പഠിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ 2025 നീറ്റ് എൻട്രൻസ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു കോൺട്രവേഴ്സ്യൽ ആയ ഒരു എക്സാം ആയിരുന്നു അല്ലേ? അപ്പൊ മോള് ശരിക്കും പറഞ്ഞ ആ ഒരു എക്സാമിലേക്ക് ചെന്ന് അപ്രോച്ച് ചെയ്ത് ഏത് രീതിയിലായിരുന്നു? കാര്യം നമുക്ക് ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ നമ്മൾ കയറി ചെന്നത് ആ ഒരു എക്സാമിന്. എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ട് മോളുടെ പെട്ടെന്ന് ഒരു മനസ്സിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? നമ്മളെ എപ്പോഴും അതിന് മുൻപത്തെ വർഷത്തെ കട്ട് ഓഫ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. എക്സാം എഴുതുമ്പം അതിന് മുൻപത്തെ വർഷത്തെ എക്സാം ഭയങ്കര ഈസി ആയിരുന്നത് കൊണ്ട് വളരെ ഉയർന്ന 24 നീറ്റിന് ഭയങ്കര ഉയർന്ന 653 വരെ പോയിരുന്നു കട്ട് ഓഫ്.
അപ്പം നമ്മൾ അത് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇതെങ്ങും എത്തത്തില്ലാത്ത പോലെയാണ് നമ്മൾ എഴുതി വരുമ്പം. അപ്പോൾ ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫിസിക്സ് ആണ് എപ്പോഴും ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഫിസിക്സ് ആയിരുന്നല്ലോ ഈ വർഷം ഏറ്റവും ബുദ്ധിമുട്ട്. ഫിസിക്സ് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനതവിടെ നിർത്തിയിട്ട് കെമിസ്ട്രി അറ്റൻഡ് ചെയ്തു, പിന്നെ ബയോളജി അറ്റൻഡ് ചെയ്തിട്ട് എന്നിട്ട് ബാക്കിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ചെയ്തു വന്നത്. അപ്പോൾ പിന്നെയും കുറച്ചുകൂടി ക്വസ്റ്റ്യൻ കിട്ടി. എന്നാലും ആകെപ്പാടെ എന്തോ 27 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് 45 എണ്ണത്തിൽ അറ്റൻഡ് ചെയ്തുള്ളായിരുന്നു. അത്രേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് 24 എണ്ണമാണ് ശരിയായത്. പക്ഷെ അത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ അതൊരു നല്ല മാർക്കല്ല. ഈ വർഷത്തെ പരീക്ഷ ഭയങ്കര ടഫ് ആയതുകൊണ്ട് പറ്റിയതാണ്. പിന്നെ ബ്രില്യൻറ്റിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ മോഡൽ എക്സാംസ്. ഇപ്പം ഞങ്ങൾക്ക് ഞാൻ ഓഡ് ബാച്ച് ആയിരുന്നു, ഈവൻ ബാച്ചിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, 2 പേരുടെയും പ്രിപ്പറേറ്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ നമുക്ക് തരുമായിരുന്നല്ലോ, അതും എല്ലാം ചെയ്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ എന്താ പറയുക, അന്ന് എങ്ങനെയായിരുന്നു നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? അതായത് റിപ്പീറ്റർ കാലഘട്ടത്തിൽ ഒരു ദിവസം എങ്ങനെയായിരുന്നു മോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? നമ്മുടെ ആ ലാസ്റ്റത്തെ ഒരു 2-3 മാസത്തെ സമയത്ത് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മുടെ പരീക്ഷയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഈ കമന്റ്സിലൊക്കെ ചോദിക്കാറില്ലേ ആൾക്കാർ, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കില്ലേ. അതുവരെ മെയിൻ അതുവരെ ഒന്നും പഠിക്കാതിരുന്നിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതുവരെ പഠിച്ചതെല്ലാം നമ്മൾ എങ്ങനെ എത്ര ഇതായിട്ട് സമ്മറൈസ് ചെയ്യുന്നു, എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പരീക്ഷയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ദിവസം രാവിലെ ഞാൻ എ ബ്ലോക്കിൽ റെഫറൻസിന് പോകുമായിരുന്നു. ഞാൻ മാരിഗോൾഡ് ഹോസ്റ്റലായിരുന്നു, പക്ഷെ എനിക്ക് എ ബ്ലോക്ക് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എ ബ്ലോക്ക് പഠിച്ചത് എ ബ്ലോക്കിലായതുകൊണ്ട് ഞാൻ എ ബ്ലോക്കിൽ തന്നെ റെഫറൻസിന് പോകുമായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോകും. അവിടെ ഇരുന്ന് തന്നെ മാക്സിമം ഞാൻ അവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. ചെയ്തിട്ട് അപ്പം തന്നെ ഡൗട്ടും ചോദിക്കും. താഴെ റെഫറൻസ് ലൈബ്രറിയിലായിരുന്നു ഇരിക്കുന്നത്, അപ്പോൾ തൊട്ട് താഴെ പ്രൊഫസേഴ്സ് റൂം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ ചോദിക്കും. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, ഭാഗ്യലക്ഷ്മി റെഫറൻസിന് വന്നാൽ ഇരിക്കുമല്ല, റെഫറൻസിന് നടക്കുവാണെന്ന്. എപ്പോഴും പ്രൊഫസേഴ്സ് റൂമിലായിരുന്നു സ്ഥിരം. 2 ദിവസം റെഫറൻസിന് പോയില്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ പോയായിരുന്നു ചോദിക്കുന്നത്, ആ ഒരു ഇതായിരുന്നു. കണ്ടില്ലല്ലോ. അതെ. പിന്നെ വൈകുന്നേരം ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ചിലപ്പോൾ പ്രിപ്പറേറ്ററി ഉണ്ടെങ്കിൽ അത് എഴുതും, അല്ലെങ്കിൽ അതിന് മുൻപത്തെ പരീക്ഷയിൽ ഏതൊക്കെ പോർഷനാണ് ബയോളജിക്ക് മിസ്സായെന്ന് നോക്കിയിട്ട് ആ പോർഷനിലെ NCERT വായിക്കുക, ആ പോർഷനിലെ അസേർഷൻ റീസൺ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അങ്ങനെ വൈകുന്നേരം വന്നാൽ പിന്നെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല. പ്രിപ്പറേറ്ററി എന്തെങ്കിലും എഴുതാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം വന്ന് എഴുതാറുണ്ട്. അതല്ലാതെ ഫിസിക്സും കെമിസ്ട്രി അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല. കാരണം ഒരിടയ്ക്ക് എനിക്ക് ബയോളജി തിയറി നല്ലതായിട്ടൊന്നും മിസ്സായതുപോലെ വന്നായിരുന്നു. അപ്പം ഏതെങ്കിലുമൊക്കെ പോർഷൻസ് മോഡലിന്, അതിന് മുമ്പത്തെ മോഡലിന് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല, ആ പോർഷൻ ഞാൻ മറന്നു പോയല്ലോ, അല്ലെങ്കിൽ ആ പോർഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എന്നൊക്കെ. അതെ, അങ്ങനെ വരുന്നതും. അതുപോലെ തന്നെ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ NCERT വൈകുന്നേരം വായിക്കാറുണ്ടായിരുന്നു. എന്നിട്ടൊരു അങ്ങനെയാണ് പോയിക്കോട്ടിരുന്നത്. മോളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാ ഇപ്പൊ NCERT കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം എന്നുള്ളതാണോ, അതോ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം എന്നുള്ളതാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, അതോ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണോ? എന്താ മോളുടെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബയോളജിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ NCERTക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെയ്ത് അതേ ടൈപ്പ് MCQ ചെയ്യുന്നതിന് നല്ലത് കുറച്ചുകൂടി അസേർഷൻ റീസണോ സ്റ്റേറ്റ്മെന്റ്സോ മെട്രിക്സ് മാച്ചിങ്ങോ അങ്ങനത്തെയൊക്കെ ചെയ്യാം. കുറച്ച് ആപ്ലിക്കേഷൻ ലെവലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ ബയോളജിയുടെ ഫ്രണ്ടിലുള്ള ഇൻട്രൊഡക്ടറി പോർഷനിൽ, യൂണിറ്റ് ഇൻട്രൊഡക്ഷനിലൊക്കെ വരുന്ന പോർഷൻസ് അതൊക്കെ ഈ വർഷം അങ്ങനത്തെ ഒക്കെ എടുത്തു പെറുക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സയന്റിസ്റ്റുകളുടെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുൾപ്പെടെ അത് ബയോളജി വായിച്ചു പോയിട്ട് പിന്നെ ഈ അസേർഷൻ റീസൺ പോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഭാഗ്യലക്ഷ്മി, ഇപ്പൊ മോള് തന്നെ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു ടൈം എന്ന് പറയുന്ന മോഡൽ എക്സാംസ് ഇനി പയ്യെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുള്ള ഒരു ടൈമാണ് ബെർലിനിൽ. ഏകദേശം ആ ഒരു തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാമല്ലോ. അപ്പൊ ഈ ടൈമില് അതായത് മോഡൽ എക്സാംസ് എഴുതുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ ഭാഗ്യലക്ഷ്മിയുടെ എക്സ്പീരിയൻസ് എന്ന് തോന്നിയത്? അതായത് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് ആ മോഡൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണത് ഭാഗ്യലക്ഷ്മിയുടെ ഒരു അഭിപ്രായം? സാധാരണ രീതിയിൽ മോഡൽ തുടങ്ങുമ്പോൾ എല്ലാ പിള്ളേരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പഠിച്ച് തീർത്തിട്ട് എഴുതാം, ഞാൻ പഠിച്ച് കഴിഞ്ഞില്ല, ഈ യൂണിറ്റിനകത്ത് 4 ചാപ്റ്ററോടെ മിച്ചമുണ്ട്, ഈ യൂണിറ്റിനകത്ത് 2 ചാപ്റ്റർ ഞാൻ പഠിച്ചുള്ളൂ, ബയോളജി വായിച്ചിട്ടേ ഇല്ല, അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ മോഡൽ എക്സാം നമ്മൾ പഠിച്ചത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് അല്ല. അതൊരു ലാസ്റ്റത്തെ ഒരു 4-5 റിഹേഴ്സൽ മോഡലൊക്കെ അങ്ങനെ വിചാരിച്ചാൽ മതി. അത് പരീക്ഷയുടെ തലേ ദിവസത്തെ ടെൻഷനിൽ പോയി എഴുതിയിട്ട് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നീറ്റിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇപ്പം പഠിക്കുന്ന ഓരോ എക്സാമും നമുക്ക് ഇന്ന ഏരിയയിൽ ഇന്ന പോർഷൻ നമുക്ക് അറിയത്തില്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ട് മോഡൽ എക്സാമിനെ കണക്കാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു പോർഷൻ പഠിച്ചു, ആ പോർഷൻ നമുക്ക് അറിയാവോന്നറിയാൻ നമ്മുടെ അടുത്ത് ഇരുന്ന് വൈവ ചോദിക്കാൻ ആരും ഇല്ലല്ലോ.
അപ്പം അത് എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും എത്ര എളുപ്പമായിട്ട് ചോദിച്ചാലും എത്ര ബുദ്ധിമുട്ടായിട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് വന്നാലേ ആ പോർഷനിൽ നമുക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. എന്നിട്ട് അതിനെ റിവൈസ് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. കാരണം ഇത്രയും കോമ്പറ്റീറ്റീവായിട്ട് എക്സാം എഴുതുന്നത് 1-2 ആൾക്കാരല്ലല്ലോ എഴുതുന്നത്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും പ്രാവശ്യത്തെ റിവൈസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് മോഡൽ എക്സാം ഈസ് എ മെറ്റീരിയൽ ടു സ്റ്റഡി അങ്ങനെ വിചാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരിക്കലും പഠിച്ചത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമായിട്ട് വിചാരിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് യൂണിറ്റ് കോമ്പിനേഷനെങ്കിലും അങ്ങനെ തന്നെ വിചാരിക്കുന്നതാണ് നല്ലത്. എല്ലാ യൂണിറ്റും എല്ലാ പരീക്ഷയും പറ്റുമെന്നുണ്ടെങ്കിൽ ഈവൻ ബാച്ചിൻ്റെയും കൂടി മറ്റേ ബാച്ചിൻ്റെയും കൂടി ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എടുത്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. എത്ര ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ മോളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മോഡൽ എക്സാംസിന്റെ ഓരോ ഡെവലപ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഭാഗ്യലക്ഷ്മിക്ക് ഫസ്റ്റത്തെ ഒരു മോഡൽ എക്സാംസ് തൊട്ട് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ നീറ്റ് അല്ലെങ്കിൽ ആ നീറ്റിന് തൊട്ട് മുന്നേ വരെയുള്ള അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് എങ്ങനെ തോന്നിയിരുന്നു? ഞാൻ ആദ്യത്തെ യൂണിറ്റ് ഒക്കെ എഴുതുന്ന സമയത്തും ഞാൻ വിചാരിച്ചാൽ ഞാൻ റിപ്പീറ്ററും കൂടെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് മൊത്തം അറിയാം, ഞാൻ ഇനി പോയി അങ്ങോട്ട് പരീക്ഷ എഴുതി തകർത്താൽ മാത്രം മതി എന്നുള്ളൊരു അതെ ഞാൻ അങ്ങോട്ട് കയറേണ്ട താമസം എന്നുള്ളൊരു ഇതിലായിരുന്നിരുന്നത്. പക്ഷെ സത്യം പറഞ്ഞ് 2 പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഇതങ്ങ് മാറി കിട്ടും. അതെ, അത് തീർന്നു കിട്ടും. ഒറ്റ പരീക്ഷ ഇവർ എളുപ്പമായിട്ട് നടത്തും. ഞാൻ ബ്രില്യന്റിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ഒറ്റ പരീക്ഷ ഇവർ എളുപ്പമായിട്ട് നടത്തും. 2ാമത്തെ പരീക്ഷ പോലെ നല്ല പണി തരും. അപ്പം അതാണ് സത്യം. നമ്മൾ വിചാരിക്കും ഒരു പരീക്ഷയിൽ നമ്മൾ ഫിസിക്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കണ്ടോ എനിക്ക് തിയറി എല്ലാം അറിയാം, പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ തിയറി അറിയാതിരിക്കുമോ എന്നുള്ളൊരു ഭാവമായിരിക്കും. പിറ്റേ പരീക്ഷയ്ക്ക് തിയറി 4 സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിയുമ്പോൾ അത് അവിടെ തീരും. അങ്ങനെ ഒരു അത് പോയി കിട്ടും. അപ്പം ഞാൻ മോഡൽ എക്സാം കോൺഫിഡൻസ് കുറയ്ക്കാവുന്ന സാധനം നല്ല പറയുന്നത്, പക്ഷേ അതെ തീർച്ചയായിട്ടും ഞാൻ ആദ്യത്തെ നമുക്ക് മൊത്തം യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ യൂണിറ്റിന്റെ പരീക്ഷ നടത്തുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അത് കോമ്പിനേഷൻ പിന്നെയാണല്ലോ ഓൾ യൂണിറ്റിലോട്ട് കിടക്കുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ യൂണിറ്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് മൊത്തത്തിന്റെ തിയറി 2 പ്രാവശ്യമെങ്കിലും വായിച്ചു വെക്കണം. പിന്നെ എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സാധനം. ഓരോ ചാപ്റ്ററിനകത്തൊന്നും ഒന്നും ആർക്കും അറിയാത്ത കാണത്തില്ല. എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഞാൻ തെറ്റിക്കുന്ന കുറേ സാധനങ്ങൾ കാണുമല്ലോ. അതൊക്കെ ഒരു ബുക്കിലോട്ടൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം റിവൈസ് ചെയ്താൽ മതി. പിന്നീട് ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഹരിശ്രീ മുതൽ എഴുതേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒക്കെ ചെയ്യാനാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പം മോൾക്ക് എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മിക്ക് കൂടുതലും എന്താ പറയാ ആ ഒരു മോഡൽ എക്സാം ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ ടുവേർഡ്സ് നല്ല മാർക്ക് വിസിബിൾ ആകാൻ തുടങ്ങിയത് അല്ലേ? ഒരു 690 ഒക്കെ കിട്ടി തുടങ്ങിയത് അപ്പോഴാണ്. ഓക്കെ. ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു നീറ്റ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് സപ്പോർട്ടർ എന്ന് പറയുന്നത് ആരായിരിക്കും? അച്ഛനും അമ്മയും തന്നെ ആയിരുന്നു. ഞാൻ ഭയങ്കര അവരുടെ കുഞ്ഞുവാവ പോലെ നിൽക്കുന്ന ഒരു ടീമാണ് ഞാൻ. അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഞാനിത് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇത് നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോഴ്സിന് പോയാലോ, വല്ല BAക്കോ BSCക്കോ അല്ലെങ്കിൽ BDSനോ ഒക്കെ തന്നെ പോയാലോ, ഹോമിയോയ്ക്ക് പോയാലോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ചിന്തിച്ചതാണ്. അപ്പം എൻ്റെ സ്വപ്നം എന്നെക്കാട്ടി കൂടുതൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ട് അവരുടെ ധൈര്യത്തിലാണ് ഞാൻ പോയത്. ഈ വർഷം ഗവൺമെൻറ് കിട്ടത്തില്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണെങ്കിലും പ്രൈവറ്റ് മേടിച്ച് തന്നോളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത്ര റിസ്കിൽ അവർ തയ്യാറായിരുന്നു. അന്ന് ഇത് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛന് സ്ഥിരം ജോലി പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അവരത് പറഞ്ഞു. അവരുടെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ 2ാമത് റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. ഓക്കെ. അപ്പൊ ഈ ഗ്രേറ്റ് സപ്പോർട്ടറായ ഫാമിലിയുടെ ഡീറ്റെയിൽസും കൂടെ പറയാം, അവരെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ അച്ഛൻ്റെ പേര് അജയകൃഷ്ണൻ എന്നാണ്. അച്ഛൻ അമ്പലത്തിലെ പൂജാരിയാണ്. ഇപ്പോൾ വേളറോട്ടം അമ്പലത്തിൽ മേൽശാന്തിയായിട്ട് വർക്ക് ചെയ്യുക. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. ആര്യാദേവി എന്നാണ് പേര്. എൻ്റെ അനീത്തിയുടെ പേര് ശ്രീഭദ്ര. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഭയങ്കര മോട്ടിവേഷനായി. എന്നാ സങ്കടം പറഞ്ഞാലും കുറേ നേരം എത്ര നേരം വേണേലും കരയുന്ന കേട്ടോണ്ടിരുന്നു. അനീതിക്ക് എങ്ങനെയാണ് പുള്ളിക്കാരിക്കും ചേച്ചിയെ പോലെ തന്നെ വരണമെന്നാണ് എന്താ ആഗ്രഹം എന്നൊക്കെ? സൈക്കോളജിയാണ് ആഗ്രഹം. സൈക്കോളജി താല്പര്യം. ഓക്കെ. അപ്പൊ അതില് അവർക്ക് പറ്റിയ ഫീൽഡാണ്. ആണ്. ചേച്ചിയെ മോട്ടിവേറ്റ് ചെയ്ത ആള് തന്നെ പറയുമ്പോ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഫാമിലി തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാക്ക് ബോണും ഗ്രേറ്റ് സപ്പോർട്ട് ആയിട്ടും ഇങ്ങനെ നിന്നത്. യെസ്, വെരി ഗുഡ്. മോളുടെ ഒരു നമ്മൾ പറഞ്ഞു നീറ്റിന്റെ എക്സാമിന്റെ അന്നത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ തൊട്ട് തലേന്നത്തെ ദിവസം, അതായത് എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയും ടെൻഷൻ, ആങ്സൈറ്റി, അങ്ങനെ ഡിഫറെന്റ് ഫീലിലൂടെ കടന്നു പോവാ. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് ഇറ്റ് എന്നാണ് മനസ്സിലാവും. അതിന് തൊട്ട് മുന്നത്തെ ദിവസം എന്തായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ കൂടെയും അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ചെയ്ത കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു? ഞാൻ തലേദിവസത്തെ മോഡൽ എക്സാം വരെ ഓഫ്ലൈനായിട്ട് തന്നെ എഴുതിയായിരുന്നു. കുറേ പേരൊക്കെ അത് സ്കിപ്പ് ചെയ്യും. അത് പേഴ്സണൽ ചോയ്സാണ്. അത് ഞാൻ നിർബന്ധമായിട്ട് എഴുതണമെന്ന് പറയത്തില്ല. കാരണം ചിലർക്ക് തലേദിവസത്തെ പരീക്ഷ എഴുതി 2 ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ 10 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതണ്ട, അത് പേഴ്സണൽ ചോയ്സാണ്.
ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ തലേദിവസത്തെ പരീക്ഷ വരെ ഓഫ്ലൈനായിട്ട് തന്നെ എ ബ്ലോക്കിൽ പോയി എഴുതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തലേദിവസം രാത്രി എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്ക് പാമ്പാടിയിലായിരുന്നു സെൻറ്റർ കിട്ടിയത്. അപ്പം അവിടെ ഒരു ലോഡ്ജ് എടുത്തിട്ട് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ അവിടെ ആയിരുന്നു. തലേ ദിവസം ഞാൻ ബയോളജിയുടെ NCERT പിന്നെ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ഒക്കെ ഈ പോയിന്റ്സ് എഴുതുന്ന സ്പെഷ്യൽ നോട്ട് ആ ഒരു ബുക്കും ഫോർമുല ബുക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബയോളജി NCERT മുഴുവനൊന്നും വായിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടി കൂട്ടത്തിലെടുത്താ എന്നിട്ട് നേരത്തെ കിടന്നുറങ്ങി ഒരു സിനിമയൊക്കെ കണ്ട് സമാധാനമായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിയത്. രാത്രി അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ടെൻഷൻ കാണത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് വെറുതെ നുണയായി പോകുമെന്ന് എനിക്കും അറിയാം, മാഡത്തിനും അറിയാം, കേട്ട് നിൽക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലാത്തതായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ കുറച്ചുകൂടെ മാക്സിമം ചില്ലായിട്ട് പോയി എക്സാം എഴുതാൻ ട്രൈ ചെയ്തു തോന്നുന്നു അല്ലേ? നമ്മൾ ഒരുപാട് ഓവർ സ്ട്രെസ് ചെയ്തിട്ടും കാര്യം ഇല്ല, കാര്യം വരും, സംഭവിക്കും എന്നുള്ള കാര്യം പ്രിപ്പയർഡ് ആണ്, നല്ല രീതിയിൽ പ്രിപ്പയർഡ്. അതുകൊണ്ട് നമ്മൾ കാഴ്ച വെക്കുക എന്നുള്ളത്, എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഭാഗ്യലക്ഷ്മി തലേ ദിവസം വളരെ ചില്ലായിട്ട് തന്നെ ഇരുന്നു അല്ലേ? അപ്പം അതിന്റെ കണ്ടിന്യൂവേഷൻ പിറ്റേന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അതായത് ആ പിറ്റേന്ന് അതേ ഫ്ലോയിലൂടെ തന്നെ ചെന്ന് ഇരുന്ന് കഴിയുമ്പം എന്തായിരുന്നു ഫേസ് ചെയ്തത്? അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്റ്റേജ് മനസ്സിലായി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഓക്കെ. അപ്പൊ ബ്രില്യന്റിലെ കുറെ കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽ അന്ന് ഹെൽപ്പ് ചെയ്തത്? ഞാൻ ബ്രില്യന്റില് ഒരു ഈ ലേണിംഗ് ആപ്പില് സാറുമാരുടെ ഇന്റർവ്യൂ ലാസ്റ്റ് നിമിഷം ഇങ്ങനെ ചന്ദ്രലാൽ സാറും ജോബിൻ സാറും കൂടി ഇരിക്കുന്ന, വിനീത് സാറും ഒക്കെ കൂടെ ഉള്ള ഒരു ഫിസിക്സ് ഫാക്കൽറ്റീസിന്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ബ്രില്യന്റിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഒരു 4 ദിവസത്തിന് മുമ്പ് അങ്ങാണ്ട്, പരീക്ഷയ്ക്ക് ഒരു 4 ദിവസം മുമ്പ് അങ്ങാണ്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പഠിക്കാൻ തോന്നുന്നു. എനിക്ക് ബുക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഈ ഫോർമുല ബുക്കും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ റിവൈസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കാര്യമായ പഠിത്തം 2-3 ദിവസം മുമ്പ് ഞാനത് നിർത്തിയായിരുന്നു. കാരണം എല്ലാം കൂടി വലിച്ചു കുറച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ലാസ്റ്റ് നിമിഷം അല്ലല്ലോ ഇത് പഠിക്കേണ്ടത്, ഇത്രയും നാൾ കിട്ടിയ സാധനമല്ലേ. അപ്പം ഞാൻ അന്നേരം എന്തായാലും ചുമ്മാ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഈ ലേണിംഗ് ആപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ചന്ദ്രലാൽ സാറും ജോബിൻ സാറും ഒക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ അതിനകത്ത് ജോബിൻ സാർ ഇതൊന്നും അറിഞ്ഞിട്ടല്ലോ, സാറ് കാര്യമായിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നാ എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ എഴുതണം, കറക്കി കുത്തി തെറ്റിക്കാതിരിക്കണം. അതായത് നമ്മൾ ചുമ്മാ കയറി അത് കാണുന്നു കുത്തുന്നു ആ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. എളുപ്പമുള്ള എക്സാം വരുമ്പോഴാണല്ലോ ആൾക്കാർക്ക് കൂടുതൽ നെഗറ്റീവ് വരുന്നത്. ഈ പാടുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്ഥിരം പറയുന്നത് അത് ശ്രദ്ധിച്ചെഴുതണം, അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്തു നോക്കണം, സമയം കുറവെടുക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ജോബിൻ സാർ അതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തതൊരു സാധനം പറഞ്ഞു, അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് ലാസ്റ്റ് പതുക്കെ വലുത് എഴുതിയാൽ മതി. ഒരുപാട് പാടുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് കുറയും. ഒരുപാട് പാടുള്ള എഴുതുന്നതിലും നല്ലത് അറിയാവുന്നതെല്ലാം എഴുതിയിട്ട് പിന്നെ ബാക്കി അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു പോയിന്റ് സാറ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എല്ലാം കണക്കാണ്. ഫിസിക്സ് കണക്ക്, കെമിസ്ട്രി കണക്ക്, ബയോളജി അതിലും വലുത്. അപ്പം ഞാനിങ്ങനെ അതെ, പിന്നെ ഇച്ചിരെങ്കിലും ഭേദം ബയോളജി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ബയോളജിയും ചെയ്ത് കെമിസ്ട്രിയും ചെയ്തിട്ട് ഫിസിക്സിലോട്ട് വന്നപ്പം ഞാനിങ്ങനെ എന്തോ ഒരു ഇതിൽ ജോബിൻ സാർ പറഞ്ഞ ഈ സാധനം ഓർത്തു. ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ സാറ് പറഞ്ഞ ആ ഒരു പോയിന്റിലാണ്, അതായത് എല്ലാം ഇനി കറക്കി കുത്തണ്ട, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ആദ്യം ചെയ്യാന്നുള്ളത് അങ്ങനെ ശ്രദ്ധയോടെ ചെയ്തു അല്ലേ? ലാസ്റ്റത്തെ ഒക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്ത് സോൾവ് ചെയ്ത്, സാധാരണ നീറ്റിന്റെ ക്വസ്റ്റ്യനൊക്കെ 1 മിനിറ്റ് എടുക്കാവുള്ളൂ എന്നൊക്കെ ആണല്ലോ പറച്ചില്. ഇത് 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ക്വസ്റ്റ്യൻസും സാറ് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ അറിയാവുന്നല്ല എഴുതിയിട്ടുണ്ടല്ലോ, ബാക്കി ഇനിയിപ്പോ നമുക്ക് പതുക്കെ നോക്കാന്നുള്ളൊരു ഒരു ആത്മസംയമനം എന്നൊരു സാധനം ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഒരു ഡോക്ടറെ കയറ്റാൻ വേണ്ടതല്ലേ? അതാ നീറ്റിന്റെ എക്സാമിലെ അങ്ങ് തുടങ്ങി അല്ലേ? അത് അതിന് സ്റ്റാർട്ടായി എന്ന് വേണം പറയാം അല്ലേ? സോ ഭാഗ്യലക്ഷ്മി, ഇപ്പൊ നമ്മുടെ നീറ്റിന്റെ ജേർണിയുടെ സമയത്തും അല്ലെങ്കിൽ MBBSന്റെ സമയത്തും ഒരു പുതിയ ഹോബി വളർത്തിയതായിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് ഈ സ്ട്രെസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡീസിന്റെ ഇടയ്ക്ക് പുതിയ ഹോബി എന്തെങ്കിലും, അല്ലെങ്കിൽ എന്ത് ചെയ്താലായിരുന്നു കുറച്ചുകൂടി ഒന്നും ഒരു സ്ട്രെസ് റിലീഫ് പോലെ തോന്നിയിരുന്നത്? പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കുന്നതും പാടുന്നത് കുഴപ്പമില്ല, അത്യാവശ്യം ഇഷ്ടമാണ്. ഞാൻ ഈ നീറ്റിൻ്റെ സമയത്ത് ഫസ്റ്റ് നീറ്റ് പോയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പാട്ട് പണ്ട് നിർത്തിപ്പോയ പാട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിന് കുറച്ചുകൂടി ഒരു സമാധാനം. കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു ഒരു സമാധാനം തന്നുകൊണ്ടിരുന്നത്. പിന്നെ അന്നേരം ആദ്യം മുതൽ റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴും
ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഈ നീറ്റിന്റെ സമയത്താണെങ്കിലും സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്യാപ്പ് എടുത്ത് പോകുമ്പോഴത്തേക്കും പോയി ഒരു മൂളിപ്പാട്ട് പാടുവോ, അല്ലെങ്കിൽ റൂമിലുള്ളവർക്കൊന്നൊരു ചെറിയൊരു എന്താ പറയാ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നു, നമുക്ക് സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിലായിരുന്നു. എങ്ങനെയായിരുന്നു? ചെയ്യുമായിരുന്നു, അതൊക്കെ പാടുമായിരുന്നു. എന്നാ എന്നൊരു 2 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ 2-3 ലൈൻസ് ഒന്ന് പാടാവോ? കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിട കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ കവിളിൽ കരിമഷിയാനേ കനവുകളെഴുതിയതാരേ, നിലവുകളെഴുതിയതാരേ, അവളെ സരളിതയാക്കിയതാരേ. സോ യെസ്, അങ്ങനെ വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുന്നത് നല്ലൊരു ഫീലാണ് ഇപ്പതേ ഞങ്ങൾക്ക് തന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഇനി നമ്മുടെ 2026 നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുക. ബെർലിനിലെ സ്റ്റുഡൻസ് ഒക്കെ നന്നായിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരോട് എന്താ ഇനി ഭാഗ്യലക്ഷ്മിക്ക് പറയാനുള്ളത്? അടിപൊളിയായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ട് പഠിക്കുക. പിന്നെ ഞാൻ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അവസാനം അത് ആ എക്സാം പേപ്പറിൽ OMR റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത് വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ഒന്നുമല്ല, നമ്മൾ തന്നെത്താനെയാണ്. ഓരോ പ്രാവശ്യം മാർക്ക് പറയുമ്പോഴും ഓരോ പ്രാവശ്യം പഠിക്കാൻ പറ്റാതെ വരുമ്പോഴും ഞാൻ ഒട്ടും കൊള്ളത്തില്ല എന്ന് പറയുകയല്ല വേണ്ടത്. എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ആണ് പ്രയോറിറ്റി. സെൽഫ് ഗിഫ്റ്റിങ്, ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, തന്നെത്താനെ ഒരു നമ്മൾ വിചാരിച്ചൊരു പോർഷൻ പഠിച്ചു തന്ന ഒരു നാരങ്ങ മിഠായി എങ്കിലും തന്നെത്താനെ മേടിച്ച് കഴിക്കാൻ അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അത് തന്നെയാണ് ശരി. നമുക്ക് തന്നെത്താനെ സ്നേഹിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷമൊക്കെ നമ്മളെ എങ്ങനെ സ്നേഹിക്കും? അപ്പം ഞാൻ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാ, നമ്മുടെ മനസ്സിനെ നമുക്ക് എത്ര സ്നേഹിച്ച് എത്ര പരിപാലിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ ആ പരീക്ഷാ ഹാൾ വരെ കൊണ്ടുപോവുക. ഇത് ഈ ഒരു പരീക്ഷയിൽ നിർത്തേണ്ട 180 OMR ബബിൾ കറുപ്പിച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളിനി ഒരു വലിയ പാത, ഡോക്ടർ ആവുക എന്ന് പറയുന്ന ഒരു വലിയ പാത നമ്മുടെ മുന്നിൽ കിടക്കുക. അപ്പോൾ അതിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. എത്രയൊക്കെ മറ്റുള്ള പ്രൊഫഷൻസ് എല്ലാം ഈക്വലായിട്ട് ഒക്കെ കരുതിയാലും ഡോക്ടറും ടീച്ചറും രണ്ടുപേരും നമ്മൾ ഡിവൈനായിട്ട് കണക്കാക്കുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ തന്നെ പഠിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ പഠിക്കണം. ഇടയ്ക്കൊക്കെ ഉഴപ്പിയൊക്കെ പോവും, അന്നേരം സ്വന്തമായിട്ട് വഴക്ക് പറയാം. ഉഴപ്പ് മാറുമ്പോൾ സ്വന്തമായിട്ട് സ്നേഹിക്കാം. എല്ലാം നന്നായിട്ടൊക്കെ പഠിക്കുക. മോഡൽ എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എഴുതുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുക. അവിടെ കൗൺസിലേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനത് വളരെ ഇതായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഇതിന് മുൻപത്തെ വർഷത്തെ ട്രോമയൊന്നും ഇനി വലിച്ചടിച്ച് നടക്കണ്ട. ആ ചാക്ക് അവിടെ കളഞ്ഞേക്കുക. ഇനി വരുന്ന 2026 നീറ്റിന് നിങ്ങളുടെ മാക്സിമം കൊടുക്കാത്തത് കൊണ്ട് ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. ഇത് അവസാനത്തെ അവസരമാണ് എന്ന് കരുതി തന്നെ പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. യെസ്. സോ അപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും എന്താ പറയുക, നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ ടോപ്പേഴ്സിൻ്റെ അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യലക്ഷ്മി വളരെ റോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ഇനി ആഗ്രഹിച്ച പോലെ നല്ലൊരു ഡോക്ടർ ഭാഗ്യലക്ഷ്മി എന്നുള്ള ഇതിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായ ഒരു ഡോക്ടറായി മാറട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻ ഫാമിലി എല്ലാവരും ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.